കൊല്ലം നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനിയുടെ മരണം അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചാണ് ഇനി ആ കുട്ടിയുടെ മരണത്തെപ്പറ്റിയുള്ള അന്വേഷണം നടത്തുന്നത്. കൊല്ലം ബെൻസിഗർ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനിയായ ഫെമിന എന്ന 23-കാരിയുടെ മരണത്തെ സംബന്ധിച്ചാണ് അന്വേഷണം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്താൻ പോകുന്നത്. തുറവൂർ പഞ്ചായത്തിലെ 17-ാം വാർഡിലെ പള്ളിത്തോട് പടിഞ്ഞാറെ മനക്കോടം സാജന ആൻ്റണിയുടെ മകളാണ് ഈ പെൺകുട്ടി ഫെബിന. അവിടെ ബന്ധുവിൻ്റെ വീട്ടിൽ ആ കൊല്ലത്ത് താമസിച്ചുകൊണ്ടായിരുന്നു ആ പെൺകുട്ടി പഠനം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ സന്ദർഭത്തിൽ ആ പെൺകുട്ടിയെ മഹാരാഷ്ട്ര സ്വദേശിയായ നിലവിൽ കൊല്ലത്ത് സ്വർണ്ണക്കട നടത്തുന്ന പ്രദീപ് എന്നൊരാൾ നിരന്തരം ഭീഷണിയായിരുന്നു. ആ കുട്ടിയെ വളരെ അധികം ശല്യം ചെയ്തുകൊണ്ടിരുന്നു അയാൾ. ആ കുട്ടി അതൊക്കെ ഒരു തരത്തിൽ തരണം ചെയ്യാനൊക്കെ നോക്കിയെങ്കിലും പറ്റാതെ വന്നപ്പം പഠനം അവിടുത്തെ താമസം മതിയാക്കി വീട്ടിലേക്ക് മടങ്ങി. അതിനുശേഷം പെൺകുട്ടി ഇപ്പം പരീക്ഷ എഴുതാൻ നേരത്ത് ബെൻസിഗർ ഹോസ്പിറ്റലിലെത്തി. ആ സമയത്തും അന്നേരം ബന്ധുവിൻ്റെ വീട്ടിൽ താമസിച്ചു. ആ സമയത്ത് പരീക്ഷ കഴിഞ്ഞ് കുട്ടിയെ മടക്കിക്കൊണ്ടു പോകാൻ മാതാപിതാക്കൾ അവിടെ നിന്ന് തിരിക്കുകയും ചെയ്തു. പക്ഷേ പെൺകുട്ടി ആ ആളുടെ ശല്യം ഈ പരീക്ഷാ സമയത്തും അത് നോക്കി അയാൾ ചെയ്തുകൊണ്ടിരുന്നു. മനം നൊന്ത് കുട്ടി ജീവിതത്തോട് വിട പറഞ്ഞു. 21 വയസ്സുള്ള നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ മരണമാണ്. അതേപ്പറ്റി അയാളുടെ ആ മഹാരാഷ്ട്ര സ്വദേശിയുടെ പോലീസിലുള്ള സ്വാധീനം കൊണ്ട് അന്വേഷണം വഴിതെറ്റിപ്പോയി. കാരണം നല്ല സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുന്ന ആളാണ്. അയാൾക്ക് തീർച്ചയായിട്ടും സ്വർണ്ണക്കടയുണ്ട്. അയാൾ പോലീസിനെ സ്വാധീനിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇയാളുടെ ശല്യം കാരണമാണ് ആ കുട്ടി പഠനം ശേഷിച്ചോ അവസാനിപ്പിച്ച് പരീക്ഷയ്ക്ക് മാത്രം വന്ന് പരീക്ഷ എഴുതാനായിട്ട് മാത്രം ഉദ്ദേശിച്ച് വന്നത്. ആ ദിവസവും പീഡിപ്പിച്ചു. ശല്യം സഹിക്കവയ്യാതെ ആണ് ജീവിതത്തോട് കുട്ടി വിട പറഞ്ഞു പോയത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ചില പ്രത്യേകതകൾ കാണുന്നുണ്ട്. ആ മൃതദേഹത്തിലെ മുട്ടുസൂചി കൊണ്ട് കുത്തിയ പാടുകൾ ധാരാളം കാണുന്നുണ്ട്. അതെങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. കുട്ടി തന്നെ കുത്താം, നിരാശ കൊണ്ട് കുത്താം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ദേഹത്തുള്ള മുട്ടുസൂചി കൊണ്ട് കുത്ത് ഇയാൾ ആരെങ്കിലും ചെയ്തതാണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ജില്ലാ ക്രൈംബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം, കോട്ടയം പോലീസിൻ്റെ അന്വേഷണമൊക്കെ താറുമാറായി വഴിതെറ്റിയ ഒരു അന്വേഷണമായിരുന്നു എന്ന് പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ ക്രൈംബ്രാഞ്ചിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ കുട്ടിയുടെ മരണം വളരെ ദുരൂഹമാണ്. ദേഹത്തും പല സ്ഥലത്തും അതിനെ മുട്ടുസൂചി കൊണ്ട് കുത്തിയ പാടുകൾ കാണുന്നുണ്ട്. അതൊക്കെ അതിൻ്റെയൊക്കെ റീസൺ, അത് എങ്ങനെ സംഭവിച്ചു എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈ കുട്ടി ഇയാളുടെ ശല്യം കൊണ്ടാണ് പഠനം നിർത്തി വീട്ടിൽ പോയതെന്ന് നമ്മൾ മനസ്സിലാക്കണം. മാതാപിതാക്കൾ പരീക്ഷ എഴുതിയ ശേഷം കുട്ടിയെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് അവർ വരുന്ന സമയത്ത് അതിനു മുമ്പ് പോസ്റ്റ്മോർട്ടം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അതെന്തിനാണ് അങ്ങനെ? ആലപ്പുഴയുള്ള മാതാപിതാക്കൾ വരുന്നിടം വരെ ഒന്ന് ഡിലേ വന്നാൽ എന്തായിരുന്നു കുഴപ്പം? പക്ഷെ അവർ വരുമ്പം പോസ്റ്റ്മോർട്ടം നടന്നിരിക്കുന്നു. അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ പോലീസിൻ്റെ ഭാഗത്ത് പല വീഴ്ചകളും നമ്മൾ പല സ്ഥലത്തും കാണുന്നുണ്ട്. നമുക്കറിയാവില്ല, നവീൻ ബാബുവിൻ്റെ കേസിനകത്തും ആ ബന്ധുക്കൾ അവിടെ എത്തിച്ചേരുന്നതിന് മുമ്പ് പോസ്റ്റ്മോർട്ടം നടത്തി, ഇൻക്വസ്റ്റ് നടത്തി, പോസ്റ്റ്മോർട്ടം നടത്തി, ഡെഡ് ബോഡി എസ്കോർട്ട് ചെയ്ത് നേരെ വീട്ടിൽ കൊണ്ടുപോയി ദഹിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇതുപോലെയുള്ള ചില പ്രശ്നങ്ങൾ, നിയമപരമായ പ്രശ്നങ്ങൾ, വീഴ്ചകൾ പോലീസ് ഉണ്ടാക്കുന്നത് എന്തിനാണ്? 2 മണിക്കൂർ താമസിച്ചാൽ എന്തായാലും പ്രശ്നം? മോർച്ചറി ഇരിക്കുന്ന ഡെഡ് ബോഡിയല്ലേ, അല്ലെങ്കിൽ മോർച്ചറിലോട്ട് മാറ്റിയാൽ പോരെ? ആ വീട്ടുകാർ അന്വേഷണത്തിന് നല്ല രീതിയിൽ മികവുറ്റ ഒരു അന്വേഷണം നടത്തണമെന്നുണ്ടെങ്കിൽ അത് വെയിറ്റ് ചെയ്യണം. അവർ വന്ന് അവരുടെ സാന്നിധ്യത്തിൽ തന്നെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടത്തുന്നതാണ് ഉചിതം. കാരണം കേരളത്തിലുള്ളവരാണെങ്കിൽ എപ്പോഴായാലും 8-10 മണിക്കൂറിനകം അവിടെ, അല്ലെങ്കിൽ 5-8 മണിക്കൂറിനകം അവിടെ എത്തും. ആ ഭാഗത്ത് എന്തിനാണ് പോലീസ് ഒരു സംശയം ഉണ്ടാക്കുന്നത്? ഇവിടെ അത് തന്നെ സംഭവിച്ചു.
പല സ്ഥലത്തും ഇത് പോലീസ് ധൃതി കാണിക്കുന്നത് എന്തിനാണ്? അത് ബന്ധുക്കൾ വരാൻ താമസിക്കുന്നെങ്കിൽ ബോഡി അത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയാലും കുഴപ്പമില്ല. അത് അവരുടെ സാന്നിധ്യത്തിൽ, അവരുടെ ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കണം. അത് ഇൻക്വസ്റ്റിനകത്ത് കൃത്യം പറയുന്നുണ്ട്, പഞ്ചായത്തുകാർ വേണം, അവിടുത്തെ കൗൺസിലർ വേണം, അതുപോലെ തന്നെ ബന്ധുക്കൾ വേണം. അതൊന്നുമില്ലാതെ ബന്ധുക്കൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് ബന്ധുക്കളെ വന്ന ശേഷം മാത്രം ഇൻക്വസ്റ്റ് തയ്യാറാക്കുക, വന്ന ശേഷം മാത്രം പോസ്റ്റ്മോർട്ടം ചെയ്യുക. അത് ഈ ഗവൺമെൻറ് കാലത്തെങ്കിലും അത് കൃത്യമായിട്ട് അന്വേഷണം ഈ രീതി കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് വളരെയധികം ഇതുപോലെ രീതിയിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ബന്ധുക്കൾ വരുന്നതിന് മുമ്പ് പോസ്റ്റ്മോർട്ടം ചെയ്യും. അങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള വക്രീകരിച്ച അന്വേഷണം നടത്താൻ അനുവദിക്കരുത് ഈ ഗവൺമെൻറ്റെങ്കിലും. അതൊക്കെ പ്രത്യേക താല്പര്യമുള്ളവരുണ്ടാവും, പാർട്ടി താല്പര്യമുള്ളവരുണ്ടാവും. ആ മരണത്തിൽ ചിലപ്പോൾ തൻ്റെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സംശയമുള്ളതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് അത് ഡിസ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ കുട്ടിയുടെ അന്വേഷണം, ഈ ദുരൂഹമായ മരണത്തിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത സ്ഥിതിക്ക് നേരത്തെ ഉണ്ടായിരുന്ന അന്വേഷണ പാളിച്ചകൾ അവർ അക്കമിട്ട് നിരത്തും. അങ്ങനെ പാളിച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് കർശന നടപടിയെടുക്കുന്നതും ഉചിതമായിരിക്കും.